അതിൻ്റെ തമാശ ഭയങ്കര തമാശ. കാരണം കൊല്ലത്തെ DCC പ്രസിഡൻ്റായിരുന്ന ബിന്ദു കൃഷ്ണ അന്ന് ചാടി TV-ൽ ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. രാവിലെ കോടതി വിധി വന്നു, സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞപ്പം ഇരുന്നിടത്ത് എണീച്ചു. ഏഷ്യാനെറ്റിൽ ഇരുന്നിടത്ത് എണീച്ചു, ഞാൻ ഇത്തവണ പോകും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ആരും പോകരുത്, ഏത് പ്ലേറ്റ് മാറ്റി. ആദ്യം ഞാൻ പോകും എന്ന് പറഞ്ഞ സ്ത്രീ ബിന്ദു കൃഷ്ണ. ആന്ധ്രയിൽ നിന്ന് കണ്ടു വന്നൊരു ചെറിയ ബസ്സാണ്. അതിനകത്ത് വലിയ കുറേ പൂക്കളൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട്. ശബരിമല പോയിട്ട് വരിക. അവർ വെച്ചേക്കുന്ന പാട്ട് അയ്യപ്പൻ്റെ പാട്ടാണ്. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ യുവമാരെ പാട്ടാണ് വെച്ചേക്കുന്നത്. അത് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഈ ആന്ധ്രക്കാർ വിചാരിച്ചത് കേരളത്തിൽ ഇപ്പോൾ വൈറലായിട്ടുള്ള അയ്യപ്പൻ്റെ ഒരു പാട്ടാണിത് എന്ന് പറഞ്ഞ് അവർ റെക്കോർഡ് ചെയ്ത് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് പാട്ട് വെച്ചിരിക്കുക. ഭയങ്കര ഓളിയെത്തി പാട്ട് വെച്ചുകൊണ്ട് പോവുക. ഈ പാവപ്പെട്ട അയ്യപ്പന്മാരെ മിസ്ലീഡ് ചെയ്യുന്ന യുവമാരെ എന്ത് ചെയ്താൽ പറ്റും? അപ്പം വോട്ടിന് 4 വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെറ്റത്തരവും. അയ്യപ്പനെങ്കിൽ അയ്യപ്പനെ വിൽക്കാനിപ്പോൾ ഒരു മടിയില്ല. ഇത് പണ്ട് ശ്രമിച്ചിട്ടുണ്ട്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി വന്നപ്പോഴും ഇത് ഉപയോഗപ്പെടുത്തി ഇതേപോലെ കിടന്ന് ചാടി. അതിൻ്റെ തമാശ ഭയങ്കര തമാശ. കാരണം കൊല്ലത്തെ DCC പ്രസിഡൻ്റായിരുന്ന ബിന്ദു കൃഷ്ണ അന്ന് ചാടി TV-ൽ ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. രാവിലെ കോടതി വിധി വന്നു, സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞപ്പം ഇരുന്നിടത്ത് എണീച്ചു. ഏഷ്യാനെറ്റിൽ ഇരുന്നിടത്ത് എണീച്ചു, ഞാൻ ഇത്തവണ പോകും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ആരും പോകരുത്, ഏത് പ്ലേറ്റ് മാറ്റി. ആദ്യം ഞാൻ പോകും എന്ന് പറഞ്ഞ സ്ത്രീ ബിന്ദു കൃഷ്ണയാണ്. കാരണം ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റിലാണ് കണ്ടത്. ഓൺ ചെയ്ത് രാവിലെ നോക്കിയപ്പോൾ ഇത് വിധി വന്നു, സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞുകൂടി ഇവർ ചാടി ഇരുന്നിടത്ത് അങ്ങ് എണീറ്റു. ചാനലതൊന്നും നോക്കിയില്ല, എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ പോകും ഇത്തവണ എന്തായാലും എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് അവരെല്ലാം വോട്ട് കിട്ടാനുള്ള മാർഗ്ഗം അതല്ല എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി പറഞ്ഞ് ഇനി ആരും പോകണ്ടെന്നായി. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്നത് ശരിയാണോ എന്ന് UDF ആലോചിക്കണം. സ്ഥിരമായി ഇങ്ങനെ പിന്നെ അവർ BJPക്ക് എതിരാണെന്ന് പറഞ്ഞു. അവരെങ്ങനെ BJPക്ക് എതിരാകുന്നത്? അവർ BJP അധികാരത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞു. ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഭരണത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും സഹിക്കവയ്യാതെയാണ് ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്ത്. ആരെങ്കിലും ഒരാൾ വേണ്ടേ? പകരം ഒരാൾ വരണ്ടേ? ഇവരെ മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ കണ്ടത് BJPയാണ്. BJPക്ക് വോട്ട് ചെയ്തു. അങ്ങനെയാണ് BJP ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത്. BJP അധികാരത്തിൽ കൊണ്ടുവന്നതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കോൺഗ്രസ്സുകാർക്കുമാണ്.